ഹലോ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കാണുന്നത് പിറവം വലിയ പള്ളി, വിശുദ്ധ രാജാക്കന്മാരുടെ പള്ളി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ പുരാതന ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്ന് ആണിത്. ഇത് രാജാക്കന്മാരുടെ പള്ളി എന്ന് അറിയപ്പെടുന്നു. ജെറുസലേമിൽ ഉണ്ണീശോയെ കാണാനെത്തിയ 3 രാജാക്കന്മാരുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു. പിന്നീട് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമധേയത്തിൽ അറിയപ്പെട്ടെങ്കിലും രാജാക്കന്മാരുടെ പള്ളിയിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ആ പേര് നിലനിൽക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് കാണാൻ പറ്റും 3 രാജാക്കന്മാരും അവരുടെ പേരും പിന്നെ അവർ പൊന്നും മീറ കുന്തിരികം യേശുവിനെ കാണാൻ ജെറുസലേമിലെത്തിയപ്പോൾ അവർ ഈശോയ്ക്ക് സമർപ്പിച്ച കാര്യങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഞാൻ വളരെയധികം അത്ഭുതത്തോടെയും അതുപോലെ പ്രാർത്ഥനയോടെയുമാണ് ഇത് കാണുമ്പോൾ, ഇത് വീഡിയോയിൽ ഇത് ചിത്രീകരിക്കുമ്പോൾ ഇതിങ്ങനെ മനസ്സിലേക്ക് വല്ലാത്ത ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട്. കാരണം വളരെ നാളത്തെ ആഗ്രഹം വരുന്നുണ്ട് പിറവം ചർച്ച് പോയി കാണണമെന്നൊക്കെ ഉള്ളത്. പിന്നെ ഇത് സ്ഥാപിക്കപ്പെട്ടത് 4-ാം നൂറ്റാണ്ടിനും 10-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ആക്ച്വലി ഇത് കേരളത്തിലെ പുരാതന ക്രിസ്തീയ ദേവാലയങ്ങളിലൊന്നാണ്. പിന്നെ AD 825 ശേഷം മാർ സാബോറാണ് ഇത് സ്ഥാപിച്ചതെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതിന് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പിറവം വലിയ പള്ളി, രാജാതിരാജ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ, രാജാക്കന്മാരുടെ പള്ളി, മാർത്താമറിയം പള്ളി, പിറവം പുത്തൻകൂർ പള്ളി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. വളരെ എന്താ പറയുക, കുറേ ഡിസ്പ്യൂട്ടൊക്കെ നിലനിന്നെങ്കിലും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഒരു ഇതാണ്, ഒരു ആത്മീയ സന്തോഷമുണ്ട് ഇവിടെ ആയിരിക്കുമ്പോഴും, ഇങ്ങനെ ഇവിടെ വീഡിയോ പകർത്തുമ്പോഴും. അതുപോലെ തന്നെ നന്നായിട്ടൊരു പ്രാർത്ഥനയിലൊക്കെ നമ്മൾ എന്തൊക്കെ ഇതുണ്ടെങ്കിലും ഒരു പ്രാർത്ഥന രീതിയിലായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആത്മീയ നിർവൃതി ഉറപ്പായിട്ട് ഇതിനകത്തുനിന്ന് ഇവിടെ ഈ ദേവാലയത്തിലായിരിക്കുമ്പോൾ നമുക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ എന്തായാലും ഞാൻ പോയി നിങ്ങളെന്ന് കാണിക്കണം ഓർത്തു. പിന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് രഥമാണ് ഈ പള്ളിയിലുള്ള ഇത്. ഇവിടെ പ്രദക്ഷിണത്തിന്, അതായത് ഇവിടുത്തെ തിരുനാൾ വേളകളിൽ പ്രദക്ഷിണത്തിന് ഈ രഥം യൂസ് ചെയ്യുന്നുണ്ട്. ഈ രഥം അത് വളരെയധികം ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടില്ല. ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരിക്കും, എന്നാലും എനിക്ക് കണ്ടപ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നി. വളരെ മനോഹരമാണ് ഈ രഥം കാണാനൊക്കെ. അങ്ങനെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇതും വീഡിയോയിൽ പകർത്തി എല്ലാവരും ഒന്ന് കാണിക്കാൻ ഓർത്തുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്തോട് ചേർന്ന് പള്ളിയോട് ചേർന്നുള്ള കായൽ, പിറവം പുഴ വളരെ മനോഹരമാണ്. നമുക്ക് പാലം കാണാൻ പറ്റും ഇവിടുന്ന്. എന്താണേലും വർത്ത് വിസിറ്റിംഗ് ആണ് ഈ സ്ഥലം. എല്ലാവരും കാണുക.